guys, നമ്മുടെ മാമാളിലേക്കാണ് പെട്ടെന്ന് മഴയൊക്കെ വന്നു. ട്രെയിൻ വഴിയാണ് റെയിൽവേ സ്റ്റേഷനിൽ കുറേ നേരമായി വണ്ടി ഇപ്പോഴാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. കാരണം അല്ലെങ്കിൽ ലോങ് വീഡിയോ പിന്നെ സ്പേസിൻ്റെ അതുകൊണ്ട് അത്ര വലിയ ലോങ് വീഡിയോ ഒന്നും ആക്കണില്ല. ഇപ്പോൾ പെട്ടെന്ന് മഴ നേരെ കണ്ടു. പെട്ടെന്ന് ഈ മഴ നിന്നു. ഞാൻ ക്യാമറ ദിവസം പുറത്തേക്ക് ഇട്ടപ്പോഴേക്കും പെട്ടെന്ന് മഴ കൂടി. പക്ഷെ ഇപ്പോൾ വലിയ മഴയില്ല. ജസ്റ്റ് വലിയതായിട്ടൊന്ന് പെയ്തിട്ടിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തി. നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ കുറച്ച് ഒരു 1/2 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ആവും. ഇവിടെ അടുത്തായി തോന്നുന്നുണ്ട്. ഈ സ്ഥലം നമ്മൾ കുറേ കണ്ടതായി മീൻസ് കുറേ തവണ ഇങ്ങോട്ടൊക്കെ അല്ല ഓരോരോ യാത്രകൾക്ക് ഈ വഴി കൂടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. എല്ലാവരും ഉണ്ട് എൻ്റെ വീട്ടിൽ. പിന്നെ ഇനി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിരക്കൊക്കെ ഉണ്ട്. അവിടുത്തെ നല്ല തിരക്കുണ്ട്. അപ്പുറത്തെ സൈഡ് അറിയില്ല. ഇപ്പുറത്തെ സൈഡും ഏകദേശം ഉണ്ട് തിരക്കുണ്ട്. പിന്നെ ഇനി കുറച്ച് നേരം പിടിക്കേണ്ടി റെയിൽവേ സ്റ്റേഷൻ എത്താൻ. ആൾക്കാരൊക്കെ ഹിന്ദിക്കാരൊക്കെ എന്തൊക്കെയോ പറയുന്നതൊക്കെ ഹിന്ദി അറിയാത്തതുകൊണ്ട് ഇച്ചിരി പണിയിട്ട് ബിക്കോസ് ഓഫ് ഐ ഡിഡ് വാച്ച് ഹിന്ദി ചാനൽ വാച്ചൊക്കെ ചെയ്യും. വാച്ച് ചെയ്ത് കുഴപ്പമൊന്നും പക്ഷെ കുറച്ചേ കാണും. അതിൻ്റെ ചെറിയൊരു വാച്ച് ഇത് ഞാൻ മൈക്ക് എടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഹെഡ്സെറ്റിൻ്റെ മൈക്ക് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടാവും. അതിന് ശ്രമിക്കണം. പിന്നെ ക്ലാരിറ്റി വോയിസ് ക്യാപ്ചറിങ് കുറച്ച് കുറവുണ്ടാവും. ശ്രമിക്കണം. പിന്നെ തൊണ്ടയ്ക്ക് ഇച്ചിരി കിച്ച് എന്തൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ട് ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് സൗണ്ട് ഇച്ചിരി തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇവിടെ റോഡ് പണിക്ക് നടക്കുന്നുണ്ട്. അവിടെ ട്രാക്കിൻ്റെ JCB ഒക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫയർ സ്റ്റേഷനുണ്ട്. പിന്നെ അവിടെ കാറ് കേടുന്ന് കിടക്കണോ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കാർ. പിന്നെ ഈ വഴിക്ക് അങ്ങനെ പോകും. ഇതാണ് ഇവിടുത്തെ വീടുകളൊക്കെ. ഈ നീല ഷീറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു മാനുഫാക്ചറിങ് സ്ഥലമാണ്. പിന്നെ അവിടെ ഇത് പെട്രോൾ പമ്പിൻ്റെ ഒക്കെ ബോർഡ്. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ്. പിന്നെ ഇവിടെ ഇച്ചിരി റഷ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി സ്പീഡ് കുറവായിരിക്കും. പിന്നെ അപ്പുറത്തൊക്കെ ഫുള്ള് ഫോറസ്റ്റാണ്. പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ ഇച്ചിരി സ്ഥലം ഇച്ചിരി ദൂരം ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെയൊക്കെ ഫുള്ള് പൊടിയാണ് കേട്ടോ. ഇതാ കണ്ടോ, ഫുള്ള് പൊടി പറന്ന് കളിക്കുകയാണ് ഇവിടെ. പിന്നെ റോഡ് ഇച്ചിരി കേടാണ്. റോഡ് നമ്മുടെ വീഡിയോയിൽ അവരൊക്കെ നോക്കി. അപ്പോൾ പ്രൗഡായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ ഈ ചാനലിൻ്റെ പേര് ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ശേഷം ബാക്കിയുള്ള വീഡിയോസ് എടുക്കണം. അവിടെ കാട്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല റെയിൽവേ സ്റ്റേഷനായതുകൊണ്ട് നല്ല കള്ളന്മാരുണ്ട്. തന്നെ ഉണ്ടാവുന്നു. സേഫായിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് ഞാൻ നേരെ വീഡിയോ എടുക്കാം.
അങ്ങനെയാണ് ഇപ്പോൾ പ്ലാന്. വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ബാഗും ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടെ ഇറങ്ങിക്കാം. ഇപ്പോൾ ട്രെയിൻ വഴി എറണാകുളം പോവുകയാണല്ലോ. പിന്നെ എനിക്ക് വെക്കേഷനാണ്, അത് ഓണം വെക്കേഷൻ. ഓണമായതുകൊണ്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. എൻ്റെ വക തന്നെ എല്ലാവരുടെയും വക. പിന്നെ ഇനി നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ പകർത്താം. പിന്നെ നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇപ്പോൾ കല്യാണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഓഡിറ്റോറിയങ്ങളൊക്കെ ഉണ്ട്. അവിടെ കല്യാണങ്ങൾ ഇല്ലാണ്ട് ആ ഒരു ഭാഗത്തെത്തുമ്പോൾ ചെറുതായിട്ട് ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇവിടെ ഗ്രീനറി ഫുള്ളവിടെ അതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ വണ്ടി വന്നിരിക്കണം. പിന്നിലൊക്കെ അവിടെ ഒരു കാറുണ്ട്. കാര്യം കണ്ടോന്ന് അറിയില്ല. കണ്ടാലും കണ്ടില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്ര ഞാൻ പറയുന്നത് എനിക്ക് പോലും അറിയില്ല. കാരണം ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. എന്നാലും പെട്ടെന്ന് എത്തണം. എന്നാലും പെട്ടെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇനി ട്രെയിനിലൊക്കെ കാര്യങ്ങൾ ഉണ്ട് എല്ലാം ഉണ്ടാവും. ഓക്കെ, ബൈ. ബൈ അല്ല, തുടരും. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇതായിരിക്കുന്നു. ഇപ്പോൾ അവിടെ പേൻ പാർക്കിൻ്റെ ബോർഡ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പാർക്ക് ചെയ്യണമെന്നില്ല. പെട്ടെന്ന് നമുക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇനിയുള്ള യൂട്യൂബിലത്തെ വീഡിയോസൊക്കെ പെട്ടെന്ന് നോക്കണം. ആൾക്കാരില്ലാത്ത സ്ഥലത്ത് പർച്ചേസ് ചെയ്യും. പെട്ടെന്ന് എടുക്കണം. ആരും അറിയാതെ വേണമെങ്കിൽ നമുക്ക് മൈക്കൊക്കെ